നമസ്കാരം. ഞാൻ രവികേശവൻ. സത്യത്തിൽ നിങ്ങൾക്കെല്ലാം അറിയാം, ഞാൻ സിനിമ ഒഴിച്ച് മറ്റൊരു വിഷയവും സംസാരിക്കാൻ താല്പര്യമില്ല, പ്രത്യേകിച്ച് വീഡിയോ ചെയ്യാറില്ല. എന്നാൽ വളരെ വ്യത്യസ്തമായിട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ ഞാൻ നിർബന്ധിതനായതാണ്. സാഹചര്യം നിങ്ങൾക്കറിയാം. ഇപ്പോൾ നമ്മുടെ ഡൽഹിയിൽ നടക്കുന്ന ഒരു പ്രകടനം, രാഷ്ട്രീയ പ്രകടനം എന്ന് ഞാൻ പറയില്ല, കാര്യം അവരാരും രാഷ്ട്രീയക്കാരല്ല, രാഷ്ട്രീയ താല്പര്യമുള്ളവരല്ല. നേരെ മറ്റൊരു പ്രതിഷേധ പ്രകടനം. ആ പ്രതിഷേധ പ്രകടനം നടത്തുന്നത് നിങ്ങൾക്കറിയാവുന്ന പോലെ മറ്റാരുമല്ല, നമ്മുടെയൊക്കെ മക്കളാണ്. ജെൻസി ജനറേഷൻ, പുതിയ ജനറേഷൻപ്പെട്ട കൊച്ചു കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എൻജിനീയറിങ്, ഡോക്ടർ, അങ്ങനെ വിവിധങ്ങളായ പ്രൊഫഷണൽ മേഖലകളിലുള്ള ഉന്നത വിദ്യാഭ്യാസ യോഗ്യത തേടാനായിട്ട് വെമ്പൽ കൊള്ളുന്ന പുതിയ തലമുറയിൽപ്പെട്ട കൊച്ചു കുഞ്ഞുങ്ങൾ. അവർ അഹോരാത്രം പഠിക്കുന്നത് എങ്ങനെയെങ്കിലും ഇന്ത്യ ഭൂഖണ്ഡത്തിൽ നിന്ന് രക്ഷപ്പെടണം, ഓടി ഒളിച്ച് മറ്റേതെങ്കിലും രാജ്യത്ത് പോയി സന്തോഷകരമായി ജീവിക്കണം, സുരക്ഷിതരമായി ജീവിക്കണം എന്ന് പറഞ്ഞ ഏക ആഗ്രഹത്തിൻ്റെ പുറത്താണ്. അങ്ങനെ ആ ഒരു ആഗ്രഹ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് അവർ രാവും പകലും കഷ്ടപ്പെട്ട് ഉറങ്ങാതെയും ഒരുപോലെ കണ്ണടയ്ക്കാതെ പഠിച്ച് മുന്നേറി വരുന്നു. ആ പഠനത്തിന് കടയ്ക്കൽ കത്തിവെക്കുന്ന ചില നീക്കങ്ങൾ തുടർച്ചയായിട്ട് 3 വർഷം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഒരു പ്രതിരോധം, പ്രത്യേകിച്ച് ഒരു കോർണറിൽ നിന്ന് പതുക്കെ ഒന്ന് പൊട്ടിപ്പുറപ്പെട്ടതാണ്. അതിപ്പോൾ ഒരു വലിയ തീഗോളമായിട്ട്, ഒരു അഗ്നിജ്വാലയായിട്ട് നമ്മൾക്ക് രാജ്യത്തിന് തന്നെ, താല്പര്യത്തിന് തന്നെ ഒരു ഭയം, അല്ലെങ്കിൽ ഭയാശങ്ക ഉണ്ടെന്ന രീതിയിലേക്ക് അത് പടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് ഈ പറയുന്ന ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ നിർബന്ധിതരാകുന്നു. ആദ്യമേ പറഞ്ഞു, സിനിമ ഒഴിച്ച് മറ്റൊരു കാര്യത്തിലും ഇടപെടാറില്ല എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ ശകലം പോലും വിശ്വാസമില്ല, രാഷ്ട്രീയ പാർട്ടികളിൽ തീരെ പ്രതീക്ഷയുമില്ല. അതുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട, അല്ല രാഷ്ട്രീയക്കാരുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യത്തിനകത്തും ഇടപെടാത്തത്. എന്നാൽ ഈ പറഞ്ഞ വിഷയത്തിൽ ഒരു നിഷ്പക്ഷൻ ആയ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ, ഒരു അഭിഭാഷകൻ എന്നുള്ള രീതിയിൽ, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സമൂഹത്തെ നിഷ്പക്ഷമായിട്ട് രാഷ്ട്രീയ മത ചേരുവകളൊന്നുമില്ലാതെ നോക്കിക്കാണാനും സ്നേഹിക്കാനും അതിൻ്റെ ഭാഗമാകാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മുടെ പുതിയ തലമുറ കൊച്ചു കുഞ്ഞുങ്ങൾ, ജെൻസി ജനറേഷനിൽപ്പെട്ട പിള്ളേർ ഏറ്റെടുത്ത ഈ പറയുന്ന പ്രകമ്പനം കൊള്ളിക്കുന്ന പ്രകടനം, അതിന് അഭിവാദ്യം അർപ്പിക്കാനും അവരോട് കൂടെ നിൽക്കാനും അവർക്ക് ഏതെങ്കിലും രീതിയിലൊരു വാക്കുകൊണ്ടെങ്കിലും സമാശ്വാസം ഏകാനും കഴിഞ്ഞാൽ അതിനകത്ത് ഞാൻ വളരെ ചാരിതാർത്ഥ്യം അടയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. എല്ലാ രീതിയിലും അവർ വളരെ ന്യായമായ കാര്യത്തിന് വേണ്ടിയാണ് നമ്മുടെ ഈ കൊച്ചു കുഞ്ഞുങ്ങൾ ഇപ്പം ഇങ്ങനൊരു പ്രകടനവുമായിട്ട് തെരുവിലേക്ക് ഇറങ്ങിയത്. അവർ തെരുവിൽ സ്വമേധ ഇറങ്ങിയതല്ല, നമ്മളവരെ ഇറക്കിയ, ആനിയും ഇറക്കിയ അവരെ നമ്മൾ സമാശ്വസിപ്പിക്കാനും കൂടെ നിർത്താനും അവർക്ക് വേണ്ടുന്ന അവരുടെ വിഷയങ്ങൾക്കൊരു പരിഹാരം തേടിക്കൊടുക്കാനും ഒന്നും കഴിഞ്ഞില്ല എങ്കിൽ ഒരുപക്ഷെ അതൊരു വലിയ തീജ്വാലയായിട്ട് പടർന്ന് പന്തലിക്കാം. കാര്യം എവിടെ മനുഷ്യർ അസ്വസ്ഥരാകുന്നോ, പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്നു, അവിടെയെല്ലാം ഈ പറഞ്ഞ രീതിയിൽ ഒരു പരിധി കഴിയുമ്പം ഒരു പൊട്ടിത്തെറി ഉണ്ടാകും. അത് നമ്മൾ ശ്രീലങ്കയിൽ കണ്ടു, നേപ്പാളിൽ കണ്ടു, പാകിസ്ഥാനിൽ കണ്ടു. ഇനിയും ഇന്ത്യയിലും അങ്ങനെ ആയിക്കൂടാ എന്നില്ല. കാര്യം എവിടെയൊക്കെ രാഷ്ട്രീയക്കാർ അഴിമതിക്കാരാകുന്നോ, സ്വാർത്ഥരാകുന്നോ, അല്ലെങ്കിൽ ജനങ്ങളോട് കടപ്പാടും പ്രതിബദ്ധതയും ഇല്ലാത്തവരാകുന്നോ, അവിടെയെല്ലാം ഒരു പരിധി കഴിയുമ്പം ജനങ്ങൾ അസ്വസ്ഥരാകാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച മാത്രമാകാം ഈ പറയുന്ന ഒരു പ്രകടനം. അതിനെ CJP എന്ന് പാർട്ടി പേരിട്ട് വിളിക്കുന്നത് ശരിക്കും തെറ്റാണ്. അങ്ങനെ അങ്ങനൊരു പാർട്ടി പേര് അവരിടാൻ പാടില്ലായിരുന്നു. കാര്യം അങ്ങനൊരു പാർട്ടി, CJP എന്ന് പറഞ്ഞൊരു പാർട്ടിയാണെങ്കിൽ അവരിപ്പോൾ നിൽക്കുന്ന ഇടത് വലത് മധ്യ പാർട്ടികളിൽ, രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തരാകുന്നില്ലല്ലോ. വ്യത്യസ്തരാകാൻ ശ്രമിക്കണമായിരുന്നു. കാര്യം അവരും രാഷ്ട്രീയ പാർട്ടികളെ പോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും മനുഷ്യനെ പ്രതീക്ഷയ്ക്ക് വക നൽകാത്ത അടുത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വരുന്നു എന്നല്ലേ ഉള്ളൂ. അതായിരുന്നില്ല അവർ വേണ്ടിയിരുന്നത്. എന്തായാലും എനിക്ക് അവരിൽ വിശ്വാസമുണ്ട്. അവരൊരിക്കലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകില്ല എന്നൊരു ഉറച്ച വിശ്വാസമുണ്ട്. നേരെ മറിച്ച് അവരുടെ അതിർത്തി, അല്ലെങ്കിൽ അവർക്കിപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് മറ്റെങ്ങും നീതി കിട്ടാതെ വരുമ്പോൾ, താഴെ പോലീസ് സ്റ്റേഷൻ മുതൽ വില്ലേജ് ഓഫീസ് മുതൽ സുപ്രീം കോടതി വരെ എങ്ങും നീതി കിട്ടില്ല എന്ന് ഉറപ്പ് വരുമ്പോൾ
പിന്നെ തെരുവിലേക്ക് ഇറങ്ങാനും പ്രതികരിക്കാനും ഒക്കെ അല്ലാതെ വേറെ മാർഗ്ഗമില്ലല്ലോ. അപ്പോൾ അങ്ങനെ അവർ നിർബന്ധിതരായതാണ് എന്ന് കാണുകയും ആ നിലയിൽ അവരോടൊപ്പം നിന്ന് അവർക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയും കൂടി ചെയ്യുന്നു. രാഷ്ട്രീയ പാർട്ടികൾ വീണ്ടും, രാഷ്ട്രീയക്കാർ വീണ്ടും ഓർക്കുക, ഒരിക്കൽ കൂടി ഓർക്കുക, നിങ്ങളുടെ ഭാഗത്തെ അപക്വമായ പെരുമാറ്റം, നടപടികൾ, ഇതൊക്കെ ഒരുപക്ഷെ ഒരു ചെറിയ തീപ്പന്തം, ഒരു തീഗോളമായിട്ടോ ഒരു തീജ്വാലയായിട്ടോ കത്തിപ്പടരാൻ ഇടവരുത്തും. അപ്പോൾ അത് ചെയ്യരുത്. അല്ലെങ്കിൽ തന്നെയും ഇന്ത്യയിലെ മുഴുവൻ യുവജനങ്ങളും നിങ്ങളിൽ അതൃപ്തരാണ്. അവരെ ഏത് രീതിയിലും ഒരു നിമിഷം മുമ്പെങ്കിൽ ഇന്ത്യ ഭൂഖണ്ഡത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. യാതൊരു രീതിയിലും ഒരു സുരക്ഷിതത്വമുള്ളൊരു രാജ്യമല്ല നമ്മുടെ. ഒരു പഞ്ചായത്ത് ഓഫീസിൽ നീതി കിട്ടില്ല, വില്ലേജ് ഓഫീസിൽ നീതി കിട്ടത്തില്ല, പോലീസ് സ്റ്റേഷനിൽ നീതി കിട്ടത്തില്ല, എന്തിന് കോടതികളിൽ പോലും നീതി കിട്ടാത്ത ഒരു അവസ്ഥയിലാണ് നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളെക്കാൾ ഏറ്റവും കൂടുതൽ അസ്വസ്ഥരാക്കിക്കൊണ്ടിരിക്കുന്നതും തിരിച്ചറിയുന്നതും ഈ ജെൻ സി കാറ്റഗറിയിൽപ്പെട്ട യുവജനങ്ങളാണ്. അപ്പോൾ അവരെ നിങ്ങൾ വീണ്ടും കൂടുതൽ അതൃപ്തരാക്കിയാൽ അവരൊരു പക്ഷേ ഒരു തീ പന്തമായിട്ട്, തീ ജ്വാലയായിട്ട് പടർന്ന് പന്തലിച്ച് കയറാൻ ഉള്ള അവസരമായിട്ടത് മാറും. അതിന് ഒരു രാഷ്ട്രീയക്കാരും ശ്രമിക്കരുതേ എന്ന് അഭ്യർത്ഥിക്കുക കൂടി ചെയ്യുകയും അതോടൊപ്പം കൊച്ചു കുഞ്ഞുങ്ങൾ തെരുവിൽ ചോര ഒലിപ്പിച്ച് രാവും പകലും ബുദ്ധിമുട്ടുന്ന തങ്ങളുടെ സ്വന്തം അവകാശം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആ കുഞ്ഞുങ്ങൾക്ക് എല്ലാ ആശംസകളും എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.